ശ്രീ VS ജിതിൻ ദേവ്, ഈ ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 2025 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഇനി 98 മുതലുള്ള കാര്യമാണെങ്കിൽ മുഴുവൻ തീരുമാനങ്ങളും പരിശോധിക്കട്ടെ. ആ കാര്യങ്ങളിൽ ആരൊക്കെയാണോ അതിലെ പിഴവുകൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ അവരെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ. പിന്നെ ഈ പോറ്റിക്ക് പാളി കൊടുത്തു വിടാമെന്ന് ഒരിക്കലും താൻ പറഞ്ഞിട്ടില്ല. അതായത് അന്നത്തെ ബോർഡ്, അന്നത്തെ അംഗങ്ങൾ, അന്നത്തെ ഉദ്യോഗസ്ഥർ, അവരുടെ കെടുകാര്യസ്ഥത, അവരുടെ വീഴ്ച, അവരുടെ തട്ടിപ്പ് ആ നിലയിൽ അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുള്ളത്. സർക്കാരിനും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ വീഴ്ചയെക്കുറിച്ച് പറയാനാണ് താല്പര്യം. ശബരിമല കൊള്ള സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ പോകുന്ന അന്വേഷണത്തിൽ BJPക്ക് തൃപ്തിയില്ലേ? ഗോപികൃഷ്ണൻ, ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞ ഒരു വാദത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറഞ്ഞ ദ്വാരപാലകരുടെ പീഠം കണ്ടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ, അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പ് സമീപിച്ചപ്പോൾ അങ്ങനെ ഒരു കള്ളമൊഴിയുമായിട്ട് പോയടത്ത് നടന്നെല്ലാം തുടങ്ങുന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. പക്ഷെ അങ്ങനെയാണോ? അല്ല. 2025 വീണ്ടും ഇത് സ്വർണം പൂശാൻ എന്ന പേരിൽ ചെന്നൈയിലേക്ക് കൊടുത്തയച്ചപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ കമ്മീഷണറെ, ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെയും കോടതിയുടെയും അനുമതി ഇല്ലാതാണ് ഇത് കൊടുത്തയച്ചത് എന്ന കണ്ടെത്തൽ നിന്നാണ് ഈ വലിയ തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞു തുടങ്ങിയതാണ് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ പോറ്റിയുടെ പരാതിയിലല്ല. അതിനു മുമ്പ് തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ കമ്മീഷണർ ഈ കാര്യം കണ്ടെത്തി. ശ്രീ ഗോപികൃഷ്ണൻ, ഇതിനകത്തു നിന്ന് ഒരാൾക്കും ഒളിച്ചോടാൻ സാധിക്കില്ല. കാരണം ഇത് പത്മകുമാറിന് പോകാൻ സാധിക്കില്ല, വാസുവിന് പോകാൻ സാധിക്കില്ല, ഇന്നത്തെ പ്രസിഡന്റ് പ്രശാന്തിന് പോകാൻ സാധിക്കില്ല. കാരണം അതിനകത്ത് കൃത്യമായ തെളിവുകൾ ഞാൻ പറയാം. 2019 ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശാൻ എന്ന പേരിൽ, അതായത് 98, 99 വിജയ് മല്യ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ വീണ്ടും സ്വർണം പൂശാൻ എന്ന പേരിൽ കൊണ്ടുപോകുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് പത്മകുമാർ. അവിടെ അങ്ങ് മുമ്പേ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഞാൻ ചേർത്ത് വായിക്കാം. അവിടെ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയതായി സ്വർണം പൂശി വൃത്തിയാക്കി വെക്കുന്നതാണ് ശബരിമല തന്ത്രി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതായിരുന്നു ശബരിമല തന്ത്രിയുടെ അഭിപ്രായം എന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. പക്ഷേ ഈ പറഞ്ഞ മുരാരി ബാബു എന്ന് പറയുന്ന ഇവരുടെ തട്ടിപ്പ് സംഘത്തിലെ ഒന്നാമൻ, അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്? ഈ സ്വർണം മങ്ങി ചെമ്പ് തെളിഞ്ഞത് എന്ന്, സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞത് എന്ന് പകരമായിട്ട് വെറും ചെമ്പ് പാളി എന്ന് എഴുതി വെച്ചു. കേവലം ചെമ്പുപാളികൾ എന്ന് എഴുതി വെച്ചിടത്തുനിന്ന് ഈ തട്ടിപ്പിന്റെ സൂത്രധാരണം തുടങ്ങി. അവിടെ നിന്നാണ് ഈ തട്ടിപ്പ് ആരംഭിക്കുന്നത്. അന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്ന ഈ മനുഷ്യൻ ചുമ്മാ അവിടെ കുത്തിയിരുന്നതോ? ഇയാൾക്ക് അറിയില്ലായിരുന്നു, ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച്. അപ്പം ഇതിൽ പത്മകുമാറിന് അറിവുണ്ട് എന്നുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് പിന്നോക്കം പോകാൻ സാധിക്കില്ല. രണ്ടാമത്, സ്ഥലത്തില്ലാത്ത ആൾക്കാരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സുധീഷ് കുമാർ, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മഹസർ തയ്യാറാക്കല്. അതിനകത്ത് ഒപ്പിട്ടിരുന്ന പല ആൾക്കാരും 27/2019 ഒപ്പിട്ടിരുന്ന പല ആൾക്കാരും ആ സ്ഥലത്തില്ലായിരുന്നു എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുന്നു. അടുത്ത കാര്യം, ഇത് ഇപ്പോൾ ഇവിടെ പ്രശാന്ത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ഉണ്ടായിട്ടാണ് ഞങ്ങൾ കൊടുത്തയച്ചത്. നോക്കൂ, അന്ന് ഈ പറഞ്ഞ ദ്വാരപാലകന്മാരുടെ ഇത് കൊടുത്തയക്കുന്ന ആരുടെ പേരിലാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യന്റെ പേരിൽ. അതാണ് നാഗേഷ് പിന്നെ കൈലേക്ക് പിന്നെത്തുന്നത്. ഈ 10-40 ദിവസക്കാലം ഈ സാധനം ലോകം മൊത്തം കറങ്ങി. ഈ ഡിവൈൻ വാല്യുള്ള ദൈവിക മൂല്യമുള്ള മുതല് പല പണക്കാരന്റെയും കോടീശ്വരന്മാരുടെയും വീട്ടില് പ്രദർശനത്തിന് വെച്ച് അവിടെയൊക്കെ വിറ്റഴിച്ചതിന് ശേഷം ഇത് കോടിക്കണക്കിന് രൂപയ്ക്ക് ഡീൽ ഉറപ്പിച്ച് കച്ചവടം ചെയ്തതിന് ശേഷം 40 ദിവസത്തിന് ശേഷം ഈ പറഞ്ഞ ഈ ദ്വാരപാലക ശില്പങ്ങൾ അല്ലെങ്കിൽ ഈ പാളികൾ ഈ പറഞ്ഞ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിയത് ഒറിജിനൽ തന്നെയാണോ, അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷനിൽ നേരത്തെ പറഞ്ഞ സ്വർണം പൂശിയതിനു ശേഷം തിരിച്ചു വന്നത് ഒറിജിനൽ തന്നെയാണോ എന്ന് കോടതി സംശയം പറയുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് ഗോപികൃഷ്ണൻ. ഇനി വാസുവിന്റെ കാര്യം, അപ്പോൾ ഇതിനകത്തെല്ലാം പത്മകുമാർ പ്രതിയാകുമേ? പത്മകുമാറിന് ഈ കാര്യങ്ങൾക്കകത്തെല്ലാം പത്മകുമാറിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നേ? അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു കഴിവുകെട്ടവനാണ് എന്ന് പത്മകുമാർ സമ്മതിക്കണം. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പത്മകുമാറിന് സാധിക്കില്ല. കാരണം പത്മകുമാർ ഈ ആരോപണത്തിന് ശേഷം ഇപ്പോൾ പറയുന്നത്, ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന പലരും ഇതിനകത്തുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവർ ദൈവത്തെ പോലെ കരുതുകയും കാരണഭൂതൻ എന്നൊക്കെ വിളിക്കുകയും ചെയ്യുന്നത് പിണറായി വിജയനാണ്. അപ്പൊ പിണറായി വിജയൻ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം പത്മകുമാർ വ്യക്തമാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങ് മുമ്പേ ചോദിച്ച ചോദ്യം, 1 കിലോ 500 ഗ്രാം ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ തിരികെ വന്ന സമയത്ത് 497 ഗ്രാമായി കുറഞ്ഞു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെ? ആ 497 ഗ്രാമായി കുറഞ്ഞു എന്ന് കോടതി കണ്ടെത്തുന്ന സമയത്ത് ഇവിടെ വാസുവിന്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വാസുവിന് അയച്ച ഒരു പ്രേമലേഖനമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. ഞാൻ ഇതിൽ നിന്ന് ബാലൻസ് വന്ന സ്വർണം എടുത്ത്
ആ സ്വർണം ഉപയോഗിച്ച് നിർധനയായ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെ ഇങ്ങനെ ഒരു കള്ളൻ, ഒരു തിരുവാടി ഇങ്ങനെ ഒരു കത്തയക്കുന്ന സമയത്ത് ബോധമുള്ളവരാണെങ്കിൽ എന്ത് പറയും? ആ സ്വർണം ഏത് എന്ന് ചോദിക്കില്ലേ? എങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഈ സ്വർണം വന്നു എന്ന് അന്വേഷിക്കില്ലേ? അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാതെ അദ്ദേഹം തിരുവാഭരണം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്യാണിത്, അതിനെ എൻഡോസ് ചെയ്തോണ്ട്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് പിന്നെ ശ്രീ ജിതിൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറാൻ തീരുമാനിച്ചപ്പോഴും നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ടേ ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേ ഉണ്ടായിരുന്നില്ല, സന്നിധാനത്തെ ഉണ്ടായിരുന്നില്ല. അയാളുടെ 2 സുഹൃത്തുക്കളാണ്, ഒരു കന്നഡക്കാരൻ്റെ സുഹൃത്ത്, മറ്റൊരു സുഹൃത്ത് സുബ്രഹ്മണ്യനുമാണ് ഇത് വന്ന് വാങ്ങിയത്, കൊണ്ടുപോകുന്നത്. അതെ അതെ. അപ്പൊ ഈ അന്ന് അയച്ച കത്തിന് അതിനെ എൻഡോസ് ചെയ്തപ്പോ വാസു പ്രതിയാകില്ലേ? അപ്പൊ വാസുവിനും ഇത് അറിയായിരുന്നു. ഇനി പ്രശാന്തിലേക്ക് വന്നാലോ? അതാണ് ബഹുകേമം. ഇപ്പോൾ ഇത് പുറത്തു വന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് പോയിന്റ് തന്നെ. പുറത്തു വന്നത് സ്പെഷ്യൽ കമ്മീഷണറുടെ കണ്ടെത്തലാണ് ഗോപികൃഷ്ണൻ. അല്ലാതെ ഇവിടെ ജയരാജ് പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ കയറി ഇടപെടുകയോ അല്ലെങ്കിൽ ഇടപെട്ട് അതിനകത്ത് എന്തെങ്കിലും ചെയ്തതൊന്നുമല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒക്കെ പോറ്റി വളർത്തിയ ആൾക്കാരാണ്. ഒരു സംശയം വേണ്ട. അജികുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് അല്ല, ഈ 2025 കാര്യത്തിൽ ശ്രീ ജിതിൻ, അന്നത്തെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന റെജിലാലിന്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. റെജിലാൽ പറയുന്നത് ഈ 1/11/2024 3/9/2025 ബോർഡ് ഉത്തരവിനെ തുടർന്നാണ് 7/9/2025 ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈക്ക് കൊണ്ടുപോയത്. ഇത് ഇളക്കിയെടുത്ത് കൃത്യമായി തൂക്കം നോക്കി മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, ഈ ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെ മുൻകൂട്ടി അറിയിച്ച് കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങണം എന്ന 30/6/2023 ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ നഗ്നമായ ഒരു ലംഘനം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെ അപ്പോ സത്യം അത് തന്നെയാണ്. റെജിലാൽ എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറാണ് ഇതിനെ തടയിട്ടാൻ തയ്യാറായത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ പിന്നാമ്പുറങ്ങളൊക്കെ അന്വേഷിച്ചു പോയത് അദ്ദേഹമാണ്. അവിടെയൊക്കെ ഇതിനെല്ലാം മൗനാനുവാദം കൊടുത്ത് ഭക്തജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ തട്ടിപ്പ് പരിപാടി നടത്താനുള്ള ഓട്ടത്തിലായിരുന്നു പ്രശാന്തിന് ഇതിനകത്ത് സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വമില്ല. പ്രശാന്തിനെ സംബന്ധിച്ച് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ഒരു ക്ഷേത്രമെങ്കിലും നശിച്ചാൽ അത്രത്തോളം അന്ധവിശ്വാസം കുറയും, അത്രത്തോളം കമ്മ്യൂണിസം വളരും. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് പത്മകുമാറിനോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.